ഹായ് ഫ്രണ്ട്സ്, മൈ ക്രിയേഷൻസ് ആൻഡ് മീ അറ്റ് ഫൺ ലൈഫ് വിത്ത് ദീപ്തിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഫാസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു രുചികരമായിട്ടുള്ള നാടൻ മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് മാമ്പഴമൊക്കെ എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കേണ്ട. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ കൂടെ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പഴയ കൂട്ടുകാരൊക്കെ നമ്മളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾക്ക് ഈ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 4 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ പഴുത്ത മാങ്ങയാണ്. അപ്പോൾ നല്ല കളറും നല്ല മണവും ഒക്കെയുള്ളൊരു മാങ്ങയാണ്. അപ്പോൾ ഇത് ഏതിനം മാങ്ങയാണെന്ന് എനിക്കറിയില്ല. അതറിയാമെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ മുറിച്ചു മാറ്റി 3-4 വര വരഞ്ഞ് ഞാനിതൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിശ്ശേരിയൊക്കെ വെക്കുമ്പോൾ നല്ല രുചികരമായിട്ട് കിട്ടാൻ മൺചട്ടിയിൽ പാകം ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഒന്ന് വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാങ്ങയുടെ മുകളിൽ നിൽക്കുന്ന അളവ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമ്മൾക്ക് വേവിച്ചെടുക്കാം. നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ തിളയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും കുറേ നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി ഒക്കെ കൊടുക്കുക. അടുക്കി പിടിക്കാതെ ഇളക്കിയൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു രീതിക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മാമ്പഴമൊക്കെ നല്ല വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ ആ വെള്ളത്തിനൊക്കെ നല്ല കളറൊക്കെ വന്നിട്ടില്ലേ. ഇനി ഇത് നമ്മൾക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള അരപ്പിനായിട്ട് 3/4 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ചേറെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു അളവ് ജീരകം, 1 അല്ലി വെളുത്തുള്ളി, 2 കറിവേപ്പില, 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ചേർക്കുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 അല്ലിയേ എടുത്തിട്ടുള്ളൂ. ഇത് നല്ല മിക്സിയുടെ ജാറിലിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാമ്പഴത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. പോരാത്ത വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം തയ്യാറാക്കിയിട്ടുണ്ട് പുളിശ്ശേരി. നമ്മളിത് വല്ലപ്പോഴും തയ്യാറാക്കുന്നതല്ലേ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ചധികം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. നമ്മൾ നേരത്തെ മാങ്ങക്ക് വെള്ളത്തിനും അനുസരിച്ചുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. പോരാത്ത ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കണം. ഒരിക്കലും തിളക്കരുത്. തിള വരുന്നതിന് തൊട്ട് മുന്നേയുള്ള അവസ്ഥയുണ്ടല്ലോ, ആ ഒരു സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ കാച്ചിയെടുക്കണം. ഇതിലൊരു വെളുത്ത ഭാഗം കാണുന്നില്ലേ, പത പോലെ, അതിൽ നിന്ന് നല്ല രീതിക്ക് ആവി വരും. അപ്പോൾ മഞ്ഞളിൻ്റെ കുത്തലും പച്ചരപ്പിൻ്റെ കുത്തലൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരും. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ആറ്റിയെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് പിരിപിരാന്നായിപ്പോവും. അരപ്പ് വേറെ വെള്ളം വേറെ എന്ന രീതിക്ക് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതൊന്ന് ആറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തൈര് നല്ല കട്ട തൈര് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെന്ന് അടിച്ചതിൻ്റെ തരികളൊക്കെ ഒന്ന് മാറ്റിയതാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മോര് കാച്ചിയതേ നന്നായിട്ട് ആറി തണുത്തതിന് ശേഷമാണ് തൈര് ചേർത്ത് നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മധുരവും പുളിയൊക്കെ ഒന്ന് ഈക്വലായിട്ട് നിൽക്കുന്ന അളവിലാണ് തൈര് ചേർക്കേണ്ടത് കേട്ടോ. തൈര് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തൈരും കൂടെ ചേർക്കുമ്പോൾ ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് മറ്റൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-12 ഉലുവ നമ്മൾ ഇതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുന്ന സമയത്ത് കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും 2 വറ്റൽമുളക് ചെറിയ പീസുകളായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് അത്യാവശ്യം നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞൊന്നും പോകരുത്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി മൊരിഞ്ഞു വരുന്ന പരുവമുണ്ടല്ലോ, അതുവരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 പിഞ്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് തീ പിന്നെ കത്തിക്കുകയൊന്നും വേണ്ട, ആ എണ്ണയുടെ ചൂടിലത് റെഡിയായി കിട്ടിക്കോളും. ഇതും കൂടെ ചേർത്ത് നമ്മുടെ താളിക്കൽ റെഡിയായി. നമ്മുടെ കാച്ചി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഇത് ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ താളിക്കൽ എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തില്ലേ, അത് പഴമക്കാർ പണ്ട് ചെയ്തിരുന്ന പൊടിക്കൈകളാണ്. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു രുചിയും മണവും കാണാനായിട്ടുള്ളൊരു ഭംഗിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ചെറുതാണെങ്കിലും അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു കറിയിൽ. അപ്പോൾ അതൊക്കെ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, അടിപൊളി കിടിലൻ ടേസ്റ്റിലാണ് നമ്മുടെ പുളിശ്ശേരി റെഡിയായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വെച്ചിട്ട് വൈകുന്നേരം കഴിക്കാനും അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ കഴിക്കാനാണ് നല്ല രുചി. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.